ഇന്ത്യയ്ക്കായി US നൽകി വന്നിരുന്ന 21 മില്യൺ സഹായം അവസാനിപ്പിച്ചു. ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എടുത്ത തീരുമാനപ്രകാരമാണ് നടപടി. ഇന്ത്യയിലെ വോട്ടെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾക്കായിരുന്നു 21 മില്യന്റെ സഹായം US നൽകി വന്നിരുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ പദ്ധതികൾക്കായി US നൽകുന്ന രാജ്യാന്തര സഹായത്തിൽ വ്യാപകമായ വെട്ടിക്കുറയ്ക്കലുകൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയും. USലെ നികുതിദായകന്റെ പണം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ചെലവഴിച്ചിരുന്നു. ഇവയെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഡോജിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ തീരുമാനം പുറത്തുവിട്ടിരിക്കുന്നത്. ചെലവ് കുറച്ചില്ലെങ്കിൽ അമേരിക്ക പാപ്പരാകുമെന്ന് ഇലോൺ മസ്ക് നിരന്തരം പറയുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 21 മില്യൺ ചെലവിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നാണ് പുറത്തുവന്ന വിവരം. എന്നാൽ ഈ ഫണ്ട് റദ്ദാക്കുന്ന കാര്യം ഔദ്യോഗിക വാർത്താക്കുറിപ്പുകളിലോ മാധ്യമ സമ്മേളനങ്ങളിലോ വെളിപ്പെടുത്തിയിട്ടില്ല. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മസ്കിനെയും മോദി കണ്ടിരുന്നു. അതേസമയം ഇത്തരമൊരു ഫണ്ടിന്റെ കാര്യത്തിൽ വിമർശനവുമായി BJPയുടെ സമൂഹ മാധ്യമ വിഭാഗം തലവൻ അമിത് മാളവ്യ രംഗത്തെത്തി. വോട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് 21 US എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പുറത്തുനിന്നുള്ള സ്വാധീനമാണ്. ഇതിൽ നിന്ന് ആരാണ് നേട്ടം കൊയ്യുന്നത്? ഭരിക്കുന്ന പാർട്ടിയെന്ന് ഉറപ്പാണെന്നും എക്സിലെ കുറിപ്പിൽ മാളവ്യ പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ US ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. ആകെ $750 മില്യൺ പദ്ധതികളാണ് US റദ്ദാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള $47 മില്യൺ, മാലിയിലെ സാമൂഹിക ഐക്യത്തിനുള്ള $14 മില്യൺ, നേപ്പാളിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള $19 മില്യൺ, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള $29 മില്യൺ തുടങ്ങിയവ നിർത്തലാക്കിയ പദ്ധതികളിൽ ഉൾപ്പെടും. ഇതുമാത്രമല്ല, ട്രംപ് അധികാരത്തിലേറ്റ ശേഷം USലെ സർക്കാർ ജീവനക്കാർക്കും അടിയായിരിക്കുകയാണ്. 10,000-ഓളം സർക്കാർ ജീവനക്കാരെ ട്രംപ് പിരിച്ചുവിട്ടു. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ട്രംപും ട്രംപിന്റെ ഉപദേശകനായ ഇലോൺ മസ്കും കൂടിച്ചേർന്നാണ് ഇക്കാര്യത്തിലും തീരുമാനമെടുത്തത്. ഊർജം, ആരോഗ്യം, കൃഷി തുടങ്ങിയവ അടക്കമുള്ള വകുപ്പുകളിലെ ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്റേണൽ റവന്യൂ സർവീസിലെ 1000-ഓളം ജീവനക്കാരെയും അടുത്ത ആഴ്ചയോടെ പിരിച്ചുവിടുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യ വർഷത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാക്കാത്ത പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിലധികവും. പിരിച്ചുവിടൽ സംബന്ധിച്ച ഇലോൺ മസ്കിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഇലോൺ മസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.